പ്രശാന്ത് ഏട്ടാ, ഇപ്പോൾ എല്ലാവർക്കും ചർച്ചാ വിഷയം ഈ നസറുള്ളയുടെ മൃതദേഹം ലഭിച്ചതാണ്. നമുക്കറിയാം ഈ ബങ്കർ ബ്ലസ്റ്റർ ബോംബുകളാണ് ഉപയോഗിച്ചത് നസറുള്ളയെ വധിക്കാനായിട്ട്. ഈ ബോംബിൻ്റെ ഒരു പ്രത്യേകത പ്രശാന്തേട്ടന് അറിയാമല്ലോ, എല്ലാവർക്കും അറിയാം. കാരണം ഈ ബോംബ് വികസിപ്പിച്ചെടുത്ത US ആണ്. ഇസ്രായേലിൻ്റെ കയ്യിൽ ഏറ്റവും കൂടുതൽ ഈ ബോംബുകളുണ്ട്. ഈ ബോംബിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 6 നില കെട്ടിടത്തിൻ്റെ ഏറ്റവും താഴെ ബങ്കർ ഉണ്ടാക്കിയാണ് ഈ നസറുള്ള അവിടെ യോഗം കൂടിക്കൊണ്ടിരുന്നത്. ഇറാൻ ചാരൻ അത് ചോർത്തി നൽകി. അപ്പോൾ ഇസ്രായേൽ വന്നിട്ട് 1000 കിലോയുടെ 10 ബങ്കർ ബ്ലസ്റ്റർ ബോംബുകൾ ഇട്ടു. ഈ ബങ്കർ ബ്ലസ്റ്റർ ബോംബുകൾ ഏറ്റവും താഴെ എന്ന് പറഞ്ഞാൽ ഈ ബോംബ് തുരന്ന് ഏറ്റവും താഴെ ബങ്കറിന്റെ അടിയിൽ എത്തിയ ശേഷം പൊട്ടിത്തെറിക്കും. ഇതാണ് ആ ബോംബിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ബോംബ് പൊട്ടിത്തെറിച്ചപ്പോൾ നമ്മൾ എല്ലാവരും വിചാരിച്ചത് നസറുള്ളയുടെ പല്ലും നഖവും പോലും കിട്ടില്ല എന്നാണ് വിചാരിച്ചത്. കാരണം ഇവരുടെ ബങ്കറിലാണല്ലോ പൊട്ടിത്തെറിച്ചത്. പക്ഷേ നസറുള്ളയുടെ മൃതദേഹം കിട്ടി. നസറുള്ളയുടെ മൃതദേഹം കിട്ടിയിട്ട് ആ മൃതദേഹത്തിന് ഒരു പോറൽ പോലും പറ്റിയിട്ടില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. യൗമാർ എന്തോരം ഈ പേടിത്തൊണ്ടന്മാരാണെന്ന് തെളിയിക്കുന്നു. ലോകം മനസ്സിലാക്കുന്ന ഈ തീവ്രവാദികളെ ഒരു ഇതായിരുന്നു. ഇയാളൊരു തലവനാണ്. ഹിസ്ബുള്ള എന്ന് പറയുന്ന വലിയ സൈനിക സെറ്റപ്പ് എന്ന് പറയുന്ന യൗമാരുടെ ഒരു സംഭവത്തിന്റെ ഒരു മേധാവിയാണ്. ഏറ്റവും ഉന്നതനായിട്ടുള്ള ഒരു നേതാവാണ്. ഇയാൾ മരിച്ചത് ഈ ബോംബ് വരുന്നത് കണ്ട ആഘാതത്തിലാണ്. ബോംബ് പൊട്ടിയല്ല മരിച്ചത്. അതായത് ഈ കൊതുകിന് ഭയന്ന് കാളയ്ക്ക് കീഴടങ്ങി എന്ന് പറയുന്നത് പോലെ അങ്ങനെയാണ് മരിച്ചിരിക്കുന്നത്. എന്താ തോന്നുന്നത്? എന്ത് തോന്നാനെന്ന് പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ടോക്കിനകത്ത് പറഞ്ഞില്ലേ, ഈ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ യാതൊരു ആയുധ പരിശീലനം ഒന്നും കിട്ടിയിട്ടില്ല. ആകപ്പാടെ കിട്ടിയിട്ടുള്ളത് ഈ മതത്തിന്റെ ഉദ്ബോധം. അത് ആൾക്കാരെ ബോധിപ്പിച്ച് അല്ലെങ്കിൽ ആൾക്കാരെ പറഞ്ഞ് കയറ്റി അവരെ എല്ലാം ഈ മാതിരി ടെററിസ്റ്റ് ഗ്രൂപ്പിലേക്ക് അനയിക്കുന്ന ഒരു നേതാവായിരുന്നു. അല്ലാതെ സൈനിക സേവനം ഒന്നും ലഭിച്ചിട്ടുള്ള ആളല്ല. അതുകൊണ്ടാണ് 2006 ശേഷം ഇദ്ദേഹം വെളിയിൽ വന്നിട്ടേ ഇല്ല. അവരുടെ TV-യിലും റേഡിയോയിലും ഉള്ള സംഭാഷണങ്ങൾ മാത്രമേ ഉള്ളൂ. ആൾക്കാരെ വൈബ്രന്റ് ആയിട്ട് നിർത്തി അവരെ കൊണ്ട് യുദ്ധം ചെയ്യിക്കുക എന്നുള്ളത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട രസം എന്ന് പറഞ്ഞാൽ, ഇദ്ദേഹം ഇവരുടെ എല്ലാം ഈ പറയുന്നതുപോലെ ഈ ബങ്കറിനകത്താണല്ലോ ഇവരുടെ എല്ലാം. ബങ്കർ ആണ് ഹിസ്ബുള്ളയുടെ ഏറ്റവും വലിയ ആയുധം എന്ന് പറഞ്ഞാണ് യുദ്ധം തുടങ്ങുന്നത്. ഓർമ്മയുണ്ട്? അത് ഈ യുദ്ധം അങ്ങോട്ട് ഇസ്രായേൽ മാറ്റിയപ്പോൾ, കാരണം ഹമാസിനെ ഒതുക്കിച്ചതിന് ശേഷം വടക്കോട്ട് യുദ്ധം മാറ്റിയപ്പോൾ ഇവരന്ന് വെല്ലുവിളിച്ച, ഞങ്ങളെ പറ്റി നിങ്ങൾക്കൊന്നും അറിയത്തില്ല, ഞങ്ങളുടെ ബങ്കറുകളെ പറ്റി നിങ്ങൾക്ക് അറിയത്തില്ല, അതിനകത്തുള്ള സംവിധാനങ്ങളെ പറ്റി അറിയത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് നേരത്തെ 2-3 ഒക്കെ തൊടുത്തോണ്ടിരുന്നത് ഇപ്പം 10,000 1000 അല്ലെങ്കിൽ അതേ രീതിയിൽ ഭയങ്കര മിസൈലുകൾ തൊടുത്തു വിട്ടുകൊണ്ടിരുന്നത്. അവസാനം ഇവർ ബങ്കറിനകത്ത് കയറി വിഷവാതകം അടിച്ചു, ആദ്യത്തെ ഘട്ടം നടത്തി, അങ്ങനെ പല കാര്യങ്ങളും നടത്തി ആൾക്കാരെ ഇങ്ങനെ വകവരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുശേഷമാണ് വാക്കി ടോക്കി ആക്രമണവും പേജർ ആക്രമണം ഒക്കെ നടന്നതിന് ശേഷം ഇത് വീണ്ടും റീസെറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇദ്ദേഹം ബങ്കറിനകത്ത് കയറിയത്. ഈ ബങ്കർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സിറ്റിയിലെ ഏറ്റവും വലിയ കെട്ടിടത്തിന്റെ 60 അടി താഴ്ചയിലാണ്. അപ്പം ഏറ്റവും സേഫ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള അതിന്റെ സിറ്റി ആയതുകൊണ്ട് തന്നെ ആൾക്കാർ കണ്ടമാനമുണ്ട്. മാത്രമല്ല ഇതിന് അവിടുത്തെ പ്രാദേശിക നേതാക്കളുടെ ഒരു കാവലും ഒക്കെ ഉണ്ടായിരുന്നു. അവസാനം ഈ പറഞ്ഞതുപോലെ, ധനുഷ് പറഞ്ഞതുപോലെ ഏതാണ്ട് 10 മിസൈലോളം 1000 കിലോ വരുന്ന 10 മിസൈലുകളോ ഇട്ടു. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കെട്ടിടം അവിടെ നിൽക്കും. ഇത് തുരന്ന് പോയി അതിന്റെ ഒരു 10, 60, 70 അടി തുരന്ന് പോയി കഴിഞ്ഞിട്ട് അവിടെ കിടന്ന് പൊട്ടിത്തെറിക്കുകയാണ്. പൊട്ടിത്തെറിച്ചിട്ട് വീണ്ടും പൊണ്ണു കുപ്പിച്ചിൽ ഇങ്ങനെ, അതായത് ഒന്നും അവശേഷിക്കാത്ത ഒരവസ്ഥയാണ്. അപ്പം ഈ ശേഷം ഈ നെതന്യാഹുവിന് നമ്മുടെ അവിടുത്തെ ഒരു വില അറിയാൻ വേണ്ടി ഇപ്പം ഇസ്രായേലിൽ നെതന്യാഹു രാഷ്ട്രീയപരമായിട്ട് വളരെ പീക്ക് പോയിന്റ്. ഇപ്പം നേരത്തെ ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ്, അതായത് ഹമാസിന്റെ ആക്രമണത്തിന് ശേഷം യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ഇനിയും നെതന്യാഹു എൻ്റെ രാഷ്ട്രീയക്കാരൻ ഇസ്രായേലിൽ ഉണ്ടാവത്തില്ല എന്ന് പോലും വിചാരിച്ചിരുന്ന ഒരു രീതിയിലേക്കായിരുന്നു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി. കാരണം അവിടെ ശകലം പ്രശ്നങ്ങളുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അത് തന്നെയാണ് അവിടെ ഈ അക്രമത്തിന് കാരണം. അല്ലെങ്കിൽ അവരുടെ ആ രാജ്യത്തെന്ന് പറഞ്ഞാൽ രാജ്യ ജനങ്ങളും പട്ടാളക്കാരും എല്ലാവരും എപ്പോഴും ഏത് സമയവും വിജിലൻ്റ് ആയിട്ടിരുന്ന് ജീവിക്കുന്ന ഒരു രാജ്യം. കാരണം അങ്ങനെ അവർക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ശത്രുക്കളുടെ ഒരു വലയത്തിൽ ജീവിക്കുന്ന ഒരാൾക്കാരാണ്. തുളയിൽ തൂക്കിയിട്ടാണല്ലോ നമ്മൾ നേരത്തെയൊക്കെ പറയുന്നത് പോലെ അവരുടെ. അപ്പം ആ സമയത്താണ് ഈ ഒക്ടോബർ 7 അക്രമം നടക്കുന്നത്. അതിനുശേഷം ഇദ്ദേഹം എടുത്ത നിലപാടുകളും ഇദ്ദേഹത്തിൻ്റെ ഓപ്പറേഷൻസും ഭയങ്കരമാണ്. ഹമാസിനെ ഒതുക്കി, അതിനുശേഷം ഹിസ്ബുള്ളയെ ഒതുക്കി. ഈ ലോകത്ത് ഈ ജീവിച്ചിരിക്കുമ്പോൾ അവൻ വേണ്ട എന്ന് പറയാൻ ഭയപ്പെട്ടിരുന്ന ആൾക്കാരെല്ലാം ഈ മൊസറുള്ളയുടെ മരണത്തിന് ശേഷം ഇത് ആവശ്യമായിരുന്നു, ഇതാണ് ഈ ഇസ്രായേൽ എന്നുള്ള രീതിയിൽ ആഘോഷിക്കുകയാണല്ലോ. അപ്പം അറേബ്യൻ രാജ്യങ്ങൾക്ക് പോലും ഇസ്രായേൽ എന്ന് പറയുന്നത് വലിയൊരു കക്ഷിയാണ്, അല്ലെങ്കിൽ അവർ ചെയ്തത് കറക്റ്റാണെന്നുള്ള രീതിയിലേക്ക് വന്നു. അപ്പം ഞാനീ പറയാൻ പോകുന്നത്, ഇതുപോലെ ഒരു ബങ്കർ ബ്ലസ്റ്റർ ആക്രമണം ഇന്ത്യയിൽ നടന്നു.
നമ്മുടെ ആൾക്കാർക്ക് പോലും ഒരു പക്ഷേ അറിയത്തില്ല. അറിയത്തില്ല. അല്ല, ഇതിന്റെ ഈ ഇന്ത്യയിൽ ഇത് നടന്നപ്പോ ഈ ബോംബാണ് ഇട്ടത് എന്ന് അവർക്ക് അറിയാൻ സാധിച്ചില്ല. അന്ന് അവർ പറഞ്ഞു ആക്രമിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. കാരണം കെട്ടിടങ്ങളും എല്ലാം അതുപോലെ നമ്മുടെ ബാലാക്കോട്ട് ആക്രമണം ഏതാണ്ട് 400ഓളം ഭീകരരാണ് മരിച്ചത്. കാരണം 400-800 സിഗ്നൽസ് ഉണ്ടായിരുന്നു ഈ മൊബൈലിന്റെ. അത് ഒരു ഭീകരൻ 2 മൊബൈൽ വെച്ച് ഉപയോഗിച്ചിരുന്നു എന്നാണ് നമ്മുടെ ഒരു കാൽക്കുലേഷൻ. 400ഓളം ഭീകരരാണ് മരിച്ചത്. ഇത് മരിച്ചു. അതിനുശേഷം അവിടെ യാതൊരു കുഴപ്പങ്ങളും ഇല്ല. അവിടെ ഇസ്രായേലിന്റെ കയ്യിൽ നിന്നാണ് ഇന്ത്യ ആ സമയത്ത് ബങ്കർ ബ്ലസ്റ്റർ മേടിച്ചത്. അല്ല, നേരത്തെ നമ്മളുടെ ആയുധങ്ങളുടെ ഇതുണ്ടല്ലോ. ഈ ബോംബിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ പറയുക, ഇത് മണ്ണ്, പാറ, അത് മുതൽ കോൺക്രീറ്റ് പോലും തുളച്ചു കയറാൻ ശക്തിയുള്ള, എന്തും തുളച്ചു കയറും ശക്തിയുള്ള ബോംബാണെന്നാണ് പറയുന്നത്. അപ്പൊ ഈ ശക്തമായിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഈ ബോംബിന്റെ കേസ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ഏത് ലക്ഷ്യസ്ഥാനത്തേക്കുള്ള ആഴത്തിലായിരുന്നാലും അത് കടന്നു കയറി അത് ലക്ഷ്യസ്ഥാനം ഭേദിച്ച് കഴിഞ്ഞാൽ മാത്രമേ പൊട്ടിത്തെറിക്കൂ. അപ്പം അന്ന് ഇത് പൊട്ടിത്തെറിച്ച് ഇത്രയും പേര് മരിച്ചതിന് ശേഷം ഇന്ത്യ ലോകത്തിന്റെ നെറുകയിൽ ലോകം ചർച്ച ചെയ്തു. ഈ ഒരു ബാലക്കോട്ട് ആക്രമണത്തിനകത്ത് ഇന്ത്യയുടെ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര അതിശയകരമായുള്ള കാര്യമായിരുന്നു. കാരണം ഈ നിമിഷ നേരം കൊണ്ട് പാകിസ്ഥാനിലെ കറണ്ട് പോവുകയും കാര്യങ്ങളൊക്കെ നടത്തി. അതിനുശേഷം നമ്മുടെ ഞാൻ പറയാൻ വന്നത്, ഇസ്രായേലിനെ ലോകം വാഴ്ത്തുന്നു, ഇസ്രായേലുകാർ വാഴ്ത്തുന്നു, നെതന്യാഹുവിനെ അവർ ദൈവത്തെ പോലെ വരുന്നു, അവരുടെ രക്ഷകനായിട്ട് കാണുന്നു. ഈ ഒരു ആക്രമണമാണ് നിരന്തരം നമ്മളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാനെതിരെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് കൊടുത്തതിന് ശേഷം ഇന്ത്യയിലെ അവസ്ഥ എന്തായിരുന്നു നമ്മളൊന്ന് ആലോചിക്കണം. ഇന്ത്യയിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു പ്രതിപക്ഷ കക്ഷികൾ പറഞ്ഞെന്താണ്, പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ്, അന്ന് അദ്ദേഹം പ്രതിപക്ഷ നേതാവൊന്നുമല്ല, അതായത് നമ്മുടെ രാഹുൽ ഗാന്ധി, അദ്ദേഹം പറഞ്ഞ എന്തുവാണ്, ഇങ്ങനെ ഒരു ആക്രമണം നടന്നിട്ടില്ല, ഇത് വ്യാജമാണ്. അതുപോലെ വ്യാജമാണ്, ആക്രമണം നടന്നില്ല. പട്ടാളത്തോട് തെളിവ് ചോദിച്ച ഒരു രാഹുൽ ഗാന്ധി, അതായത് അതായത് നമ്മൾ പറയുമ്പം നമ്മളെല്ലാം വളരെ ഉത്സാഹത്തോടു കൂടിയും അഹങ്കാരത്തോടു കൂടി തോന്നിവാസം കാണിച്ച് ജീവിക്കുന്നതിനകത്ത് 1-2 കാര്യങ്ങൾ നമ്മളാകും. പട്ടാളക്കാരെ ഉറക്കമളയ്ക്കുന്നതുകൊണ്ടും പോലീസുകാർ ഉറക്കമളയ്ക്കുന്നതുകൊണ്ടും അല്ലെങ്കിൽ ഈ സംവിധാനങ്ങളൊക്കെ എങ്ങനെ നിൽക്കുന്നതുകൊണ്ടും അവരുടെ മനോവീര്യത്തെ കെടുത്തുന്ന രീതിയിൽ ഇന്ത്യയിൽ ഒരു ഇന്ത്യക്ക് അഭിമാനം കൊള്ളാവുന്ന ഒരു ബാലക്കോട്ട് ആക്രമണം നടത്തിയതിന് ശേഷം ഇന്ത്യയിലെ പ്രതിപക്ഷവും അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവും ഇവിടുത്തെ പാർട്ടിയൊക്കെ അത് രാഷ്ട്രീയപരമായിട്ട് ഉപയോഗിച്ചിട്ട് ഇന്ത്യയെ നാണം കെടുത്തുന്നതിന്, ഇവിടുത്തെ പട്ടാളത്തെ ഇല്ലായ്മ ചെയ്യുന്നതിനുമാണ് ശ്രമിച്ചത്. ഞാനീ പറഞ്ഞത്, ഇപ്പം ബങ്കർ ബ്ലസ്റ്റർ ബോംബ് ഉപയോഗിച്ച് ഒരു ഭീകരനെ കൊന്നപ്പോൾ, നസറുള്ള എന്ന് പറഞ്ഞ ഭീകരനെ കൊന്നു കഴിഞ്ഞപ്പോൾ അതിന് എത്രയോ ദിവസം അല്ലെങ്കിൽ കൊല്ലങ്ങൾക്ക് മുമ്പ് ഇന്ത്യ അത് ഉപയോഗിച്ച് ഇതിനെക്കാട്ടിൽ വലിയ എത്ര 100-400 ഭീകരരെ ഒന്നിച്ചു കൊന്നതാണ്. ഇന്നാണ് ലോകം ചർച്ച ചെയ്യുന്നത്. നമ്മളുടെ കാര്യം ലോകം ചർച്ച ചെയ്തു ബാലക്കോട്ടാക്കണം. പക്ഷേ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നതിന് നമ്മൾ പോലും തടസ്സമാണ്. നമ്മളുടെ രാജ്യത്തെ ആൾക്കാരെ ആ രീതിയിൽ മിസ്ഗൈഡ് ചെയ്യുന്നു. അതായത് അവിടെ അന്ന് നടന്ന ഈ ഒരു പട്ടാളക്കാരെ ഭീകരാക്രമണത്തിൽ പട്ടാളക്കാർ മരിച്ചതിന് ശേഷം നമ്മൾ തിരിച്ചടി കൊടുത്താണ്. ആ പട്ടാളക്കാരുടെ മരണം പോലും ഇവിടുത്തെ ഭരണാധികാരികൾ കൃത്യമായിട്ട് ഓപ്പറേറ്റ് ചെയ്താണ് ഇലക്ഷന് ജയിക്കാൻ വേണ്ടിയാണെന്നുള്ള പ്രചരണം കൊടുക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ കാണിച്ച ഒരു താല്പര്യം. അതായത് ഇവിടുത്തെ നമ്മുടെ രാജ്യത്തിനകത്ത് പ്രതിപക്ഷ പാർട്ടികൾ അല്ലെങ്കിൽ ഈ പ്രതിപക്ഷ നേതാക്കന്മാർ രാജ്യത്തിന് വിരുദ്ധമായിട്ട് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി എന്തും പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. രാജ്യത്തെ ജനങ്ങളെ മൊത്തത്തിൽ നമ്മൾ അങ്ങനെ കാണുന്നൊന്നുമില്ല. ജനങ്ങൾക്ക് ഈ കാര്യങ്ങൾക്ക് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരു പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ഒരു ക്രിക്കറ്റ് മാച്ച് ജയിക്കുമ്പോൾ പോലും ഇന്ത്യക്കാരൻ്റെ ഒരു ആവേശം. ഇതിനകത്ത് ചില ആൾക്കാർ വേറെ മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട്, അവരാരാന്ന് നോട്ട് ചെയ്ത് നമ്മൾ മാറ്റിയിട്ടുണ്ട്. അപ്പം അങ്ങനെ നിൽക്കുന്ന ഒരു ജനതയെ ഇന്ത്യക്കകത്ത് വിഭജിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ഒരു പ്രതിപക്ഷ നേതൃത്വം നമുക്കുണ്ട്. ആ പ്രതിപക്ഷ നേതൃത്വം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മൾ പരിശോധിക്കേണ്ടത് ഇന്ത്യക്ക് വേണ്ടി നിൽക്കുന്നവരാണോ, രാജ്യസ്നേഹികളാണോ എന്നൊക്കെ പരിശോധിക്കേണ്ടത്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ആരോപണം എത്ര താല്പര്യമുണ്ടെങ്കിലും അല്ലെങ്കിൽ നേതൃത്വത്തിൽ വരണമെങ്കിലും ഇന്ത്യയെ സ്നേഹിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവും അതിനകത്ത് നിൽക്കുന്ന ഇന്ത്യക്ക് വേണ്ടി നാളെ കാലത്തേക്ക് ഇന്ത്യക്ക് വേണ്ടി പണിയെടുക്കാൻ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയൊന്നും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയത്തില്ല. അപ്പം നെതന്യാഹു ബങ്കർ ബ്ലസ്റ്റർ ബോംബിട്ട് കൊന്നപ്പോൾ അത് ലോകം ചർച്ച ചെയ്യും, ആ രാജ്യത്തിന്റെ അഭിമാനമായിട്ട് അവർ കാണുകയും ചെയ്യുന്ന നമ്മൾ ഇട്ട് കഴിയുമ്പോൾ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല, ആ കാര്യമേ സംഭവിച്ചിട്ടില്ല, അതെല്ലാം ഫെയിലിയർ ആണെന്നും അതിന് നേതൃത്വം കൊടുക്കുന്ന പട്ടാളത്തെ അഭിനന്ദിക്കുന്നതിന് പകരം അവരെ ചോദിക്കുകയും തെളിവ് ചോദിക്കുകയൊക്കെ പിന്നെ ഒരു രാഷ്ട്രീയ സംവിധാനമാണ് നമുക്കുള്ളത്. ഇനിയെങ്കിലും തിരിച്ചറിഞ്ഞ്
അല്ലെങ്കിൽ അത് ഇവിടുത്തെ പ്രതിപക്ഷം തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ മോദി വീണ്ടും 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 മോദി വീണ്ടും വീണ്ടും അധികാരത്തിൽ വരുന്നെങ്കിലും ഇത്രയും ആൾക്കാരെ, അത്തരത്തിലുള്ള ആൾക്കാരെ രാജ്യത്തിനകത്ത് രാജ്യവിരുദ്ധ ശക്തികൾക്ക് ആക്കം കൂട്ടുന്ന തരത്തിലുള്ള ജനതയെ സൃഷ്ടിക്കാൻ വേണ്ടി ഇവർ നിരന്തരം നടത്തുന്ന ഒരു പരിശ്രമം. നമ്മൾ ഈ പറയുമ്പോൾ എത്ര ഫെയിലുറാന്ന് പറഞ്ഞാലും ഒരു പരിധി വരെ, അല്ലെങ്കിൽ അത് 100% അല്ലെങ്കിൽ തിരിച്ചറിയുന്നത് വരെയെങ്കിലും അത്തരത്തിലുള്ള ആൾക്കാരെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി കഴിയും. അത് നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്കും രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും ഒക്കെ ബാധകമായിട്ട് വരും എന്നാണ് നമ്മൾ ഈ പറയുന്നത്. അതായത് എനിക്ക് ഇതിൽ ഏറ്റവും രസകരമായിട്ട് തോന്നിയ നസറുള്ളയുടെ മരണമാണ്. ചിരിച്ച് വയറുള്ളിപ്പോയി. ഇത്രയും വലിയൊരു ഭീകര, അയാളെക്കുറിച്ച് സംസാരിക്കും. ഇനി ഹിസ്ബുള്ളയുടെ ഏറ്റവും വലിയ തലവനാണ്, ഇനി ഇവൻ മാത്രമേ ചാവാനുള്ളൂ, ഇവനെ പിടിച്ചു കഴിഞ്ഞാൽ അവൻ ചത്ത് ബോംബ് വന്ന് കണ്ടപ്പോഴേ അവൻ മരണത്തിന്. അത് ധനുഷ് ശ്രദ്ധിച്ചായിരുന്നു. ഇപ്പൊ ഹിസ്ബുള്ളയുടെ കാര്യം, അല്ല നസറുള്ളയുടെ കാര്യവും ഹിസ്ബുള്ളയുടെ കാര്യവും പറയണ്ട. ഇവിടുത്തെ PFIക്കാരെ പിടിച്ചുകൊണ്ട് പോയാണ്. ഇവിടുത്തെ PFIക്കാരുടെ പ്രസംഗവും ഇവന്റെ ഗുണ്ടായുസവും ഇവന്റെ നേതാക്കന്മാർ വരുമ്പോ ഇവന്റെ ഒരു ഗോഷ്ടി, കാരണം ആൾക്കാരെ ഭയപ്പെടുത്തുന്ന രീതിയിൽ കെട്ടി അങ്ങനെ കുട്ടിയോട് ഇങ്ങോട്ടിയോട് ഇവരെ പിടിച്ചോണ്ട് പോയിട്ട് ഈ ആ ചിരിച്ചോണ്ടിരിക്കുന്ന പേരെന്താ എപ്പോഴും റൌഫിനെയൊക്കെ ഞാൻ അറിഞ്ഞത് ശരിയാണെങ്കിൽ പോലീസുകാരൻ ഷൂ നിലത്ത് അമർത്തി ചവിട്ടിപ്പിടുത്തേരും മൊത്തം കാര്യം പറഞ്ഞു. സത്യം, മൊത്തം കാര്യം പറഞ്ഞു അതിന്റെ ബാക്കി ഇങ്ങനെ പടപടപടവും ആൾക്കാരെ പെടും. പ്രകൃതി വിരുദ്ധ പീഡനം നടത്തുന്നു കേൾക്കുന്നുണ്ട്. ജയിലൊക്കെ ചെയ്യും. നിങ്ങൾക്ക് തീഹാർ ജയിലിനെ പറ്റി അറിയാൻ തീഹാർ ജയിലിൽ എന്തോരം ക്രിമിനൽസ് ആണെന്ന് പറയും. ആ പോലീസിന് ഒരുപോലെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത വലിയ ക്രിമിനൽസ് ഉണ്ട്. അവന്മാർക്ക് ആവശ്യമുള്ളപ്പോൾ അവന്മാർ പ്രകൃതി വിരുദ്ധ പറഞ്ഞ റൌഫ് അല്ല നസറുള്ളയെ കിട്ടിയാൽ ചെയ്യും, പിന്നെ റൌഫ് മനസ്സിലാവുന്നു. അപ്പൊ ഇത്രയേ ഉള്ളവര് ഭീരുക്കളാണ്. ഈ ഭീരുക്കൾ തന്നെയാണ് ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ഏർപ്പെടുന്നത്. അല്ലെങ്കിൽ ധൈര്യമുള്ളവരും നേരെയുള്ളവരും ഒന്നും ഇത്തരത്തിൽ ഇതുമാതിരിയുള്ള രഹസ്യ പരിപാടിക്കും അതുപോലെ ഭീകരവാദ പ്രവർത്തനത്തിനും ആൾക്കാരെ മിസ്ഗൈഡ് ചെയ്ത് നശിപ്പിക്കുന്നതിനൊന്നും ശ്രമിക്കത്തില്ല. ഇവർ ഭീരുക്കൾ തന്നെയാണ്. PFIക്കാരെ ചോദ്യം ചെയ്യുന്നതിൻ്റെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത്, ഞങ്ങൾ വിചാരിച്ചു വളരെ പാടുപെടേണ്ടി വരുമെന്ന്, പക്ഷേ ഞങ്ങൾ ഉറക്കെ ഒന്ന് നോക്കിയപ്പോഴും ഉറക്കെ ഒന്ന് ചവിട്ടിയപ്പോഴും എല്ലാ കാര്യവും പറഞ്ഞു. കാരണം ഇവർക്ക് വേണ്ടി പ്രവർത്തിച്ചവൻ്റെ മൊത്തം ഡീറ്റെയിൽസും കൊടുത്തു. അതിന് നിരന്തരം റെയ്ഡ് നടന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് പറയാനുള്ളത്. നെതന്യാഹുവിന് കൊടുത്ത ആ ജനത കൊടുക്കുന്ന ഒരു അംഗീകാരത്തെ കണ്ട് ഇവിടുത്തെ പ്രതിപക്ഷവും ഇവിടുത്തെ ഇന്ത്യക്കെതിരെ പറയുന്ന ആൾക്കാർ നിൽക്കണം. ഈ ഇന്ത്യ ഇതിനൊക്കെ അപ്പുറമാണ്. ഇതൊക്കെ ഈ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നതും അല്ലെങ്കിൽ ഈ പ്രയോഗിച്ചതൊക്കെ വളരെ നേരത്തെ ഇവിടെ പ്രയോഗിച്ചതാണ്. നമ്മൾക്ക് ഒരു ആവശ്യം വന്നാൽ നമ്മളുടെ ഇരിക്കുന്ന ആയുധങ്ങളും നമ്മുടെ സംവിധാനങ്ങളും ഒക്കെ ലോകത്തിനറിയാം. ഇന്ത്യക്കാരുടെ തിരിച്ചറിയുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.